ഹായ് എവരി വൺ, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മക്രോണിയാണ്. ഇത് ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ: മക്രോണി, ബീഫ് അല്ലെങ്കിൽ ചിക്കൻ 1 കപ്പ്, ക്യാബേജ്, 1 ക്യാപ്സിക്കം, ബീൻസ്, 2 ക്യാരറ്റ്, ഗ്രീൻ പീസ് സോക്ക് ചെയ്തത്, 1 വലിയ ഉള്ളി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ക്രഷ്ഡ്, ചില്ലി 1, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, സൺഫ്ലവർ ഓയിൽ 5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് 2 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലോട്ട് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 വിസിൽ, 2 അല്ലെങ്കിൽ 3 വിസിൽ. നന്നായിട്ട് മക്രോണി വാഷ് ചെയ്തെടുക്കുക. ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഒരു ജഗ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മക്രോണി തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മക്രോണി എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഇടാം. അതൊരു 15 മിനിറ്റോളം കുക്ക് ചെയ്യണം. അതിനുശേഷം ഇത് ഊറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതൊരു സൈഡിൽ മാറ്റി വെക്കാം. ഒരു നല്ലൊരു പാത്രം എടുക്കുക. അതിലോട്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ ഉള്ളി ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ശേഷം ക്യാബേജ് ആഡ് ചെയ്യാം. കുറച്ച് സമയം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ക്യാരറ്റ് ആഡ് ചെയ്യുക. അതും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ബീൻസ് ആഡ് ചെയ്യാം. ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി, ക്യാപ്സിക്കം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസ്, ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും അതിലോട്ട് ആഡ് ചെയ്യാം.
ശേഷം ക്രഷ് ചെയ്തിട്ടുള്ള ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എഗ്ഗ് റോസ്റ്റ് ചെയ്തിട്ട് ചിക്കിങ്ങാണ്ട് അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലോട്ട് മക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ച മക്രോണിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് സോസ് കൂട്ടി കഴിക്കാവുന്നതാണ്. താങ്ക് യു.